ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ചു പോയ പെൺകുഞ്ഞ് ഇനി ശിശുക്ഷേമ സമിതിയുടെ കൈകളിൽ സുരക്ഷിതം. എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടാണ് കുഞ്ഞ് നിധിയെ സമിതിക്ക് കൈമാറിയത്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ആശുപത്രി ജീവനക്കാരായിരുന്നു ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കഴിഞ്ഞ 1.5 മാസക്കാലം പരിപാലിച്ചത്. സ്വകാര്യ ആശുപത്രിയുടെ ICUവിൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പെൺകുഞ്ഞ്. ജാർഖണ്ഡ് സ്വദേശികളുടെ ആ കുഞ്ഞിന് ആരോഗ്യവകുപ്പ് കരുതലിന്റെ കൈനീട്ടി. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരുടെ സ്നേഹത്തിന്റെ കരുതലിൽ അവൾ ജീവിതത്തിലേക്ക് നടന്നു. ആരോരുമില്ലാതിരുന്നവളെ നിധി പോലെ അവർ നോക്കി. നിധി എന്ന പേരും നൽകി. ശിശുക്ഷേമ സമിതിയുടെ കൈകളിൽ കുഞ്ഞു നിധി ഇന്നു മുതൽ സുരക്ഷിതയാണ്. പിരിയുന്നതിന്റെ സങ്കടമുണ്ടെങ്കിലും കുഞ്ഞിന് സംരക്ഷണമേകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് നിധിയുടെ അമ്മമാർ പറയുന്നു. പോകുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം, ഞങ്ങളുടെ മക്കളെക്കാട്ടിലും കൂടുതൽ കാര്യമായിട്ട് നോക്കുകയും ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞിനെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീലിംഗ്. കുഞ്ഞിനെ ആദ്യമായി കൈകളിൽ ഏറ്റുവാങ്ങിയത് മുതലുള്ള നിമിഷങ്ങൾ മറക്കാനാകാത്തതാണെന്ന് ഓരോ ജീവനക്കാരുടെയും വാക്കുകൾ. ഒത്തിരി കാലം അവളെ നോക്കിയ പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. എല്ലാവരും സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും എല്ലാവർക്കും വിഷമമുണ്ട്. അപകടകരമായ ആരോഗ്യസ്ഥിതി കുഞ്ഞ് പൂർണ്ണമായും മറികടന്നു. ഇപ്പോൾ കൊടുക്കുമ്പോൾ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലേക്കല്ല കൊടുക്കുന്നതെന്നുള്ളൊരു സങ്കടം. വലിയ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നായിരുന്നു ജനറൽ ആശുപത്രി സൂപ്രണ്ടിന്റെ വാക്കുകൾ. സാധാരണ കുട്ടിയുടെ എല്ലാ ആരോഗ്യത്തോടും കൂടിയാണ് കുട്ടി ഇപ്പോൾ കഴിയുന്നത്. കുട്ടി ആക്റ്റീവാണ്, ഹെൽത്തിയാണ്. ജാർഖണ്ഡ് സ്വദേശികൾ കുഞ്ഞിനെ ആവശ്യപ്പെട്ടാൽ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്ത കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് CWC പ്രതിനിധി വ്യക്തമാക്കിയത്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച കുഞ്ഞ് കഴിഞ്ഞ 1.5 മാസക്കാലം ഈ കൈകളിൽ സുരക്ഷിതയായിരുന്നു. ആരോരുമില്ലാതിരുന്ന കുഞ്ഞിനെ നിധി പോലെ അവർ സൂക്ഷിച്ചു. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിധി എന്ന പേരും അവൾക്ക് നൽകി. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.